ഇന്ന് മനുഷ്യൻ എത്തിപ്പെടാത്തൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിൻ്റെ പേരാണ് ശംബാല. കൊടജാദ്രി തന്നെ അംബാവനം ഉണ്ടല്ലോ. അംബാവനത്തിൽ പോയവരാരും ഇങ്ങോട്ട് വന്നിട്ടില്ല. കൊടജാദ്രി സാനുക്കളിലൂടെ എന്ന നോവൽ ഞാൻ എഴുതിയിട്ടുണ്ട്. പോയവരാരും മടങ്ങി വന്നിട്ടുണ്ട്. വൈമാനികർ വിമാനം അവിടേക്ക് പറത്തിപ്പോയി. അവിടെ എത്തിയപ്പോൾ അവിടുത്തെ വികർഷണ ശക്തി കൊണ്ട് വിമാനം മടങ്ങി അവിടേക്ക് പോകാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അത് ചിലപ്പോൾ ഭൂമിയിൽ തന്നെ ആകാം, ഒരു കടുകുമണിയുടെ അകത്താവാം ഈ സാമ്രാജ്യം. നമ്മൾ വിചാരിക്കുന്ന പോലെ ഇവിടെ തന്നെയാണത്. ഏതൊന്ന് സംസാരിക്കുമ്പോഴും പിതൃക്കൾ ചുറ്റും നിൽക്കുന്നുണ്ട്, നമ്മളത് കാണുന്നില്ല. ഏറ്റവും പ്യൂരിഫൈ ചെയ്ത വ്യക്തികളെ അങ്ങോട്ട് വിളിക്കുന്നു ശംബാലയിൽ. ആരാണ് അവധൂതന്മാർ? ആരാണ് സിദ്ധന്മാർ? ഈശ്വരനാൽ നിയുക്തരായവരോ അതോ അന്യഗ്രഹങ്ങളിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന് മനുഷ്യജന്മങ്ങൾക്ക് നന്മയോതി നൽകുന്നവരോ? പലപ്പോഴും പലരുടെയും സംശയം ഇതാണ്: അവധൂതന്മാർ ആരാണ്? അവരുടെ പ്രവൃത്തി എന്താണ്? എന്തുകൊണ്ടാണ് ചില പ്രത്യേക സമയങ്ങളിൽ പ്രത്യേകമായ ചില രൂപങ്ങൾ കാണുന്നത്? അതും പ്രത്യേകിച്ച് ഹിമാലയ യാത്രകളിൽ, കൈലാസ യാത്രകളിലൊക്കെ നമുക്ക് പ്രത്യേകമായ ചില കാഴ്ചകൾ ഉണ്ടാകുന്നത്. അതൊക്കെയും സത്യം തന്നെയാണോ? പെട്ടെന്നൊന്ന് കണ്ട് അപ്രത്യക്ഷമായി കഴിഞ്ഞാൽ പിന്നീട് ഈ കാഴ്ചകൾ എവിടേക്ക് പോയി മറയുന്നു? നമ്മൾ ഈ കാണുന്നതിനും അപ്പുറത്ത് പല സത്യങ്ങളും ഇനിയും കാണുവാനായുണ്ടോ? കേൾക്കുന്നതിനും അപ്പുറത്ത് കേൾക്കാനായി ഇനിയും പലതുണ്ടോ എന്നുള്ള അന്വേഷണം പലരുടെയും മനസ്സിൽ എപ്പോഴും ഉണ്ടാകുന്നതാണ്. ഒരുപക്ഷെ ആത്മീയ യാത്ര അല്ലെങ്കിൽ സ്പിരിച്വൽ ജേർണി എന്ന് പറയുമ്പോൾ തന്നെ ഇത്തരത്തിൽ എന്തോ ഒന്നിനെ, ഒരു മാജിക്കലായിട്ടുള്ള എന്തോ ഒന്നിനെ അന്വേഷിച്ചുള്ള യാത്രകളാണ് എന്ന് പോലും നമുക്ക് തോന്നിപ്പോകാറുണ്ട്. എന്നാൽ ഇത്തരം അനുഭവങ്ങൾ ഒരിക്കൽ ലഭിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണ് യഥാർത്ഥത്തിൽ ഈ ഒരു സത്യം, അല്ലെങ്കിൽ ഇതിൻ്റെ ലക്ഷ്യം, അതിൻ്റെ ഉദ്ദേശം എന്ത് എന്നൊക്കെ. മോക്ഷ ഈ യാത്രയിൽ എന്താണ് അവധൂതന്മാർ, എന്താണ് ഇത്തരം അനുഭവങ്ങൾക്ക് പിന്നിലെ സത്യങ്ങൾ എന്നൊരു അന്വേഷണ യാത്ര കൂടി ഒപ്പം വയ്ക്കുകയാണ്. ഇത്തരം അനുഭവങ്ങളുള്ളവരിൽ നിന്ന് ആ അനുഭവങ്ങളെക്കുറിച്ച് പറയുവാൻ, കേൾക്കുവാനുള്ളൊരു അവസരമാണ്. നമ്മൾ അങ്ങനെ കേൾക്കുമ്പോഴാണല്ലോ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളെക്കുറിച്ച് കൂടി നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. അല്ലെങ്കിൽ ഇനിയൊരിക്കലൊരു അവസരം ലഭിക്കുമ്പോൾ നമുക്കത് എന്ത് എന്ന് വ്യക്തമായി മനസ്സിലാക്കുവാനുള്ള ഒരു ധാരണ ഉണ്ടാകുവാനോ ഒക്കെ ഇത് തീർച്ചയായിട്ടും കാരണമാകും. അത്തരത്തിലൊരു അനുഭവം അല്ലെങ്കിൽ ഈ എന്താണ് ഇത്തരം സാന്നിധ്യങ്ങൾ എന്ന് പറയാനായിട്ട് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് ശ്രീ PR നാഥൻ സാറാണ്. നമസ്കാരം സർ. ഈ ഹിമാലയ യാത്രകളിൽ അല്ലെങ്കിൽ കൈലാസ യാത്രകളിൽ നമുക്കുണ്ടാകുന്ന പ്രത്യേകമായ അനുഭവങ്ങളെ നമുക്ക് രണ്ട് തരത്തിലാണ് സ്വീകരിക്കാൻ പറ്റുന്നത്. ഒന്ന് നമ്മളുടെ തോന്നലുകൾ, അതല്ലെങ്കിൽ നമ്മൾക്ക് അനിതര സാധാരണമായ അല്ലെങ്കിൽ അമാനുഷികമായ എന്തോ ഒന്ന് സംഭവിച്ചു എന്ന തോന്നൽ. ഇതിൽ നമ്മളുടെ തോന്നലുകൾ, രണ്ടിലും തോന്നലുകൾ തന്നെയാണ്. പണ്ട് കാലം മുതലേ ഈ തോന്നലുകളാണ് നമ്മളെ പലതിലേക്കും കൊണ്ടെത്തിച്ച് വന്നത്. ഇപ്പോൾ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലായാലും ആദ്യമുണ്ടായ ഭ്രാന്തമായ തോന്നലുകളിൽ നിന്നാണ് പിന്നീട് നമ്മൾ പല കണ്ടെത്തലുകളിലേക്കും വന്നത്. ഈ തോന്നലുകളെ ആണോ നമ്മൾ അവധൂതന്മാരെന്ന് പറയുന്നത്? അവധൂതൻ എന്ന് പറയുന്നത് ഇതേ അല്ല സംഭവം. സ്വന്തം ശരീരത്തിൽ നിന്ന് അന്യമായി കൊണ്ടിരിക്കുന്നവരാണ് അവധൂതന്മാർ. സന്യാസത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഒരു സ്റ്റേജാണ്. നമ്മുടെ തോന്നലുകൾ എന്ന് പറഞ്ഞാൽ ഒരു ഷിപ്പ് സമുദ്രത്തിൽ കാണാനില്ലാതെയായി, അങ്ങനെ പലതും ആവുന്നുണ്ട്. എവിടേക്കാണ് പോയി? എവിടെ തിരഞ്ഞാലും കിട്ടുന്നില്ല. എവിടെ തിരഞ്ഞിട്ടും ആ ഷിപ്പിൻ്റെ ഒരു അംശവും കാണുന്നില്ല. ഇത്ര വലിയ ഷിപ്പ് എവിടേക്കാണ് പോയത്? ഉത്തരം, ഒരു തുള്ളി വെള്ളത്തിൻ്റെ അകത്തേക്ക്. ഒരു തുള്ളിയും വരില്ല. കയ്യിലൊക്കെ വെള്ളം വരില്ലേ? അതിലത്തെ നിസ്സാരമായ ചെറിയൊരു അംശത്തിൻ്റെ ഉള്ളിലേക്കാണ് ഈ ഷിപ്പ് പോയിരിക്കുന്നത്. കേൾക്കുമ്പോൾ ഒരു അത്ഭുതം തോന്നും. തീർച്ചയായിട്ടും. വിമാനം പെട്ടെന്ന്, പല വിമാനം ഇതേമാതിരി കാണാണ്ടാവും. എവിടെയും അവശിഷ്ടം കാണില്ല, പെട്ടെന്ന് ഇല്ലാതായി. എവിടേക്കാണ് പോയി അറിയോ? വായുവിൻ്റെ അകത്തുള്ള ഉള്ളറയുടെ അകത്തേക്കാണ് പോയി. എവിടേക്കാണ് പോയി? ആ വായുവാണ് നമ്മളിപ്പോൾ ശ്വസിക്കണത്. അപ്പോൾ ആ ശ്വസിക്കുന്ന വായുവിൻ്റെ അകത്ത് വിമാനം ഉണ്ടല്ലോ? ഉണ്ട്. സ്പേസിനെ കുറിച്ചുള്ള നമ്മുടെ സങ്കല്പമൊക്കെ കാലം മാറി വരുന്നു. ഇപ്പോൾ ടൈം ആൻഡ് സ്പേസിനെ പറ്റിയുള്ള നമ്മുടെ ചിന്തകളൊക്കെ മാറി വരുന്നത് കൊണ്ടാണ് എവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് മനുഷ്യൻ എത്തിപ്പെടാത്തൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിൻ്റെ പേരാണ് ശംബാല. പോയവരുണ്ടോ? ഇല്ല. ഷാങ്ക്രില എന്നും പേര് പറയും. ഒക്കെ ഒന്ന് തന്നെ. ശംബാല അത് ഹിമാലയത്തിലാണെന്ന് പറഞ്ഞവരുണ്ട്. കൈലാസത്തേക്ക് പോണ ഇടയ്ക്കാണ് എന്ന് പറയുന്നവരുണ്ട്. വെറും സങ്കല്പമാണെന്ന് പറയുന്നവരും ഉണ്ട്. ഒരു 5 വർഷമായിട്ട് എൻ്റെ
പഠനം മുഴുവൻ ഈ ശാങ്കിടിയെ പറ്റി. ആ വിഷയത്തെക്കുറിച്ച് നോവൽ മലയാളത്തിലില്ല. അത് എഴുതാനാണ്. അത് എഴുതുമ്പോഴുള്ള പരിമിതി ഇല്ലാത്തൊരു സ്ഥലമാണ്. ഉണ്ടെന്ന് കൊണ്ട് പറയാൻ പറ്റില്ലല്ലോ. ആ സ്ഥലത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് ആളുകൾ പറയാറുണ്ട്. ഇതൊക്കെ പറഞ്ഞു കേട്ട അറിവ് എന്നല്ലാതെ ഒന്നുമില്ല. അന്യഗ്രഹങ്ങളിൽ നിന്ന് വന്ന് ഇവർ താമസിക്കുന്ന സ്ഥലമാണ് ശംഭാല എന്ന് പറയുന്നുണ്ട്. ഇന്ത്യയുടെയും തിബത്തിൻ്റെയും അതിർത്തിയിലാണ് എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ശരിയാവാം. കൊടജാദ്രിയിൽ തന്നെ അംബാവനം ഉണ്ടല്ലോ. അംബാവനത്തിലേക്ക് പോയവരാരും ഇങ്ങോട്ട് വന്നിട്ടില്ല. കൊടജാദ്രി സാനുക്കളിലൂടെ എന്ന നോവൽ ഞാൻ എഴുതിയിട്ടുണ്ട്. പോയവരാരും മടങ്ങി വന്നിട്ടില്ല. അപ്പോൾ ഈ സ്പേസിൻ്റെ അകത്തുള്ള ഈ സ്പേസ് വലിയൊരു സാമ്രാജ്യമാണ്. അത് തിബത്തൻ അതിർത്തിയാണോ ഇതാണോ എന്നും പറയാൻ കഴിയില്ല. ആർക്കും പറയാൻ കഴിയില്ല. അന്യഗ്രഹ ജീവികൾ അവിടെ വരുന്നുണ്ട്. അവരുടെ പറക്കും തളികകളെക്കുറിച്ച് അന്വേഷണം ധാരാളം പേര് നടത്തിയിട്ടുണ്ട്. അമേരിക്ക ഗവൺമെൻറ് നടത്തിയിട്ടുണ്ട്. എല്ലാ സർക്കാരുകളും അതിൻ്റെ കാര്യങ്ങൾ 100% പുറത്തു വിടാറില്ല. 100% പുറത്തു വിടാറില്ല. വൈമാനികർ വിമാനം അവിടേക്ക് പറത്തിപ്പോയി. അവിടെ എത്തിയപ്പോൾ അവിടുത്തെ വികർഷണ ശക്തി കൊണ്ട് വിമാനം മടങ്ങി. അവിടേക്ക് പോകാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അത് ചിലപ്പോൾ ഭൂമിയിൽ തന്നെ ആകാം. ഒരു കടുകുമണിയുടെ അകത്താവാം ഈ സാമ്രാജ്യം. നമ്മൾ വിചാരിക്കുന്ന പോലെ ഇവിടെ തന്നെയാണത്. പിതൃക്കൾ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? പിതൃക്കൾ നിൽക്കുന്നത് ഞാൻ തന്നെ എഴുതിയിട്ടുണ്ട്. നമ്മൾ 4 ആൾ വട്ടം ഇരുന്നിട്ട് ചീട്ട് കളിക്കുകയാണെങ്കിൽ കുറേ കഴിയുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ അവിടെ ഒരു 40 ആൾ നോക്കിക്കൊണ്ട് നിൽക്കും നമ്മുടെ ചീട്ടിലേക്ക്. അവർ നമ്മോട് ഈ ചീട്ട് കൂട്ടോ അവർ പറയും. അവരാണ് ചീട്ട് കളിക്കുന്നത്. ഏതൊന്ന് സംസാരിക്കുമ്പോഴും പിതൃക്കൾ ചുറ്റും നിൽക്കുന്നുണ്ട്, നമ്മളത് കാണുന്നില്ല. ഇതിൻ്റെ അർത്ഥമാണ് രാമായണം വായിക്കുമ്പോൾ ഹനുമാൻ പുറത്ത് വന്ന് നിൽക്കുന്നത്. രാമായണം വായന തുടങ്ങിയാൽ ഹനുമാൻ പുറത്ത് വന്ന് നിൽക്കും. സന്ധ്യാസമയത്ത് ഹനുമാൻ പൂജയ്ക്ക് പോകും. അപ്പോൾ രാമായണം വായിക്കരുത്. വേറൊരു മീനിങ് ഹനുമാൻ്റെ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ അഹങ്കാരമില്ലാത്ത അവസ്ഥ, ഈഗോ ഇല്ലാത്ത അവസ്ഥ. സന്ധ്യാസമയത്ത് ഈഗോ കൂടും, കൺഫ്യൂഷൻ ഉണ്ടാവും. രാത്രിയല്ല പകലുമല്ല. ഇങ്ങനെ വരുമ്പോൾ ഈ ശംബാല ശാങ്കിരാനുള്ള സ്ഥലം തിബത്തൻ അതിർത്തിയിലാന്ന് പറയുന്നുണ്ട്. അമേരിക്കയിൽ ഒരു പ്രത്യേക സ്ഥലത്താണെന്ന് പറയുന്നുണ്ട്. അവിടെയൊക്കെ റിസർച്ച് നടത്തുന്നുണ്ട്. ആരും ഇതങ്ങോട്ട് വെളിപ്പെടുത്തി കൃത്യം പിന്നെ ഇപ്പം ഈ ആരൊക്കെ എന്തൊക്കെ ഇതിനെപ്പറ്റി പറഞ്ഞുണ്ടോ അത് മുതൽ നമ്മൾ വായിക്കുകയും കേൾക്കുകയും ചെയ്യുള്ളൂ. ഒന്നാമത് പല കാര്യത്തെക്കുറിച്ച് എൻ്റെ കയ്യിൽ കളക്ഷൻ ഉണ്ട്. അപ്പോൾ മോചിതപ്പോൾ നായക്കാഷ്ടം എന്നൊരു വിഷയം പറയുമ്പോഴേ ഇതുവരെ ആരും പറയാത്തൊരു കാര്യം ഉണ്ടാക്കിയാൽ ഒരു ഡയറി ഉണ്ട് ഇതിനായിട്ട്. ഏത് കാര്യം പറഞ്ഞാലും ഒരു ഡയറി ഉണ്ട്. ആ ഡയറിയുടെ നമ്പർ നോട്ട് ചെയ്താൽ ഡയറി വേറെ ഉണ്ട്. അതിലേക്കാണ് ഇത് പോക്ക്. അപ്പോൾ അനുനാദികൾ എന്നാണ് അന്യഗ്രഹങ്ങളിൽ നിന്ന് വരുന്നവരെ വിളിക്കുന്നത്. എങ്ങനെയാണ്? അനുനാഗികൾ, ഏലിയൻസ്, ALIANS, അലിയൻസ് എന്ന് പറയും. ഇവിടുത്തെ വലിയ ഗുരുക്കന്മാരൊക്കെ അന്യഗ്രഹങ്ങളിൽ നിന്ന് വന്നവരാണെന്ന് പറയുന്നുണ്ട്. പതഞ്ജലി ഉൾപ്പെടെ. പതഞ്ജലി ശിഷ്യന്മാർക്ക് ക്ലാസ് എടുത്തു. അത് നാഗങ്ങളാണ് ഈ ക്ലാസ് എടുത്ത ഗുരുക്കന്മാരെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നാഗ ഗുരുക്കന്മാരെന്ന് പറയുന്നത്. എന്തായാലും നാഗൻ എന്ന് പറഞ്ഞാൽ എനർജിയാണ്. ഇതാണ് സർപ്പത്തിനെ നമ്മൾ ഇത്ര ആദരിക്കാനുള്ള കാരണം. സർപ്പത്തിൻ്റെ പ്രത്യേകത ആഗ്രഹിക്കുന്നതിലെത്താൻ അതിനൊരു അവയവവും ഇല്ല. എനിക്ക് ഇന്ന സ്ഥലത്തേക്ക് പോകണമെന്ന് അങ്ങോട്ട് ചിന്തിച്ചാൽ ബാക്കി ജീവികൾ കയ്യും കാലും ഒക്കെ ഉണ്ട്. സർപ്പങ്ങൾക്ക് അത് വേണ്ട, ആഗ്രഹിച്ചു അങ്ങോട്ട് എത്തും. അതുകൊണ്ടാണ് അതിനെ ഭുജംഗം എന്ന് വിളിക്കുന്നത്. കോയിൽ രൂപത്തിലാണ് കിടക്കുക. എനർജി കോയിൽ രൂപത്തിലാണ് സ്റ്റോർ ചെയ്യാൻ പറ്റുക. 3.5 ചുറ്റാണ് കുണ്ടലിനിക്ക്. സർപ്പം ചുരുട്ടാണ്. ഈ സർപ്പങ്ങളാണ് മനുഷ്യൻ്റെ ആയുസ്സ ഗുരുനാഥന്മാർ എന്ന് പറയുന്നവരുണ്ട്.
പതഞ്ജലി മഹർഷി സർപ്പഗുരുനാഥനാണ് എന്ന് പറയുന്നുണ്ട്. ഈ അനുനാഗികൾ വന്നിട്ട് കണ്ടവർ എന്ന് പറഞ്ഞിട്ടൊരാളുടെ ചരിത്രം കിട്ടാനില്ല. അവളെ കണ്ടു, ഇന്നോടത്തേക്ക് കണ്ടു, ഇത്രേ പറയാനുള്ളൂ. അവിടെ ചെല്ലുമ്പോൾ ആ രാജ്യം, അവിടെ ഒരു രത്നമുണ്ട്, ചിന്താമണി രത്നം എന്നാണ് പേര്. ഈ ചിന്താമണി രത്നം എന്ന രത്നം കിട്ടാൻ അങ്ങോട്ട് പോകണം. അതിന് കാവൽക്കാരുണ്ട്. ആ കാവൽക്കാർ അവിടേക്ക് കടത്തി വിടില്ല. അത് നമ്മൾ ബസ്സിലോ വാഹനത്തിലോ ഇറങ്ങി ഹിമാലയത്തിൽ കാട്ടുകോള പൂട്ടൊരു പ്രത്യേക പോയിന്റ് അല്ല അത്. ഇവിടെ തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, പിതൃക്കൾ എവിടെയാണ്? ഇവിടെ തന്നെ. അവരിവിടെ ജീവിക്കുന്നുണ്ട്. ഇപ്പോൾ മണൽ ഒരു ഗ്ലാസ്സിൽ എടുത്തിട്ട് പിന്നെ വെള്ളം ഒഴിച്ചാൽ വെള്ളം എങ്ങോട്ടാ പോയി? അതിലുണ്ട്. അതുപോലെ ഇവിടെ തന്നെയാണ് ഉള്ളത്. ഈ സ്പേസ് ഇല്ല. ഈ അനുനാഗികൾ വന്നിട്ട് അവിടെ താമസിക്കുന്നു. വൃക്ഷങ്ങൾ സംസാരിക്കും അവിടെ. ലോകത്ത് ഏറ്റവും ആനന്ദമുള്ള സ്വർഗം എന്ന് വിശേഷിപ്പിക്കുന്നത് ശംഭാല ആണ്. അനവധി പേര് അവിടേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അവിടേക്ക് കറങ്ങി നടന്നുണ്ട്. അവിടുത്തെ സൗണ്ടിൻ്റെ രീതിയും വൃക്ഷങ്ങൾ സംസാരിക്കുന്നതും അവിടുത്തെ പുഴകളുടെ പ്രാധാന്യമൊക്കെ പറയുന്നുണ്ട്. ഈ രത്നത്തെ പറ്റിയിട്ടും ഒരു കാര്യം തീർച്ചയാണ്. ആ ചിന്താമണി രത്നം എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊക്കെ ആലോചിക്കേണ്ടതാണ്. വേറെ പല പേരുണ്ടാലോ. ശിവനും പാർവതിയും താമസിക്കുന്ന വീടിൻ്റെ പേരാണ് ചിന്താമണി ഗൃഹം. ബോളിയിലെ ശിവനും പാർവതിയും താമസിക്കുന്ന സ്ഥലമാണ് ചിന്താമണി ഗൃഹം. അതിൻ്റെ മറ്റൊരു വാക്കാണ് ഫിലോസഫിക്കൽ തോട്ട്. അല്ലാതെ ആ ഒരു സ്ഥലവും വീടല്ല. അതുകൊണ്ട് അവർക്ക് വീടില്ല എന്ന് എപ്പോഴും പറയും. ശിവൻ പാർവതി 2 മക്കൾ മുതിർന്ന് വരികയാണ്, കല്യാണപ്രായമായി വരികയാണ്. എവിടുന്നാ വീട് വേണ്ടതെന്ന് ശിവനോട് ചോദിക്കുമ്പോൾ നാളെ ആവട്ടെ എന്ന് പറഞ്ഞ കഥയുടെ അർത്ഥം ഇതാണ്. ഇതാണ് ചിന്താമണി. ആ രത്നം അവിടെയുണ്ട്. ഏറ്റവും പ്യൂരിഫൈ ചെയ്ത വ്യക്തികളെ അങ്ങോട്ട് വിളിക്കുന്നു ശംഭാലയിലേക്ക്. അപ്പോൾ ഒരു നോവലിൻ്റെ വിഷയം കിട്ടാൻ വേണ്ടി ഞാൻ അങ്ങനെ കറങ്ങി നടക്കുകയും ചിന്തിച്ച് ഇതെന്നെ ആലോചിച്ച് ബുദ്ധിക്ക് വേദന തുടങ്ങി. അങ്ങനെ ഇരിക്കെ പലോരുടെയും ആത്മകഥ എന്ന വ്യക്തി എൻ്റെ സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്, ഹിമാലയ അനുഭവങ്ങളൊക്കെ. ഒരു വ്യക്തിക്ക് മനസ്സിലാവുകയാണ് മനുഷ്യരാശി അനുനാഗികൾ വളർത്തുന്നതാണ്. നമ്മൾ വളർത്തു ജീവികളല്ലാന്ന് ആരെയാണ് പറഞ്ഞത്? കോഴികൾ അറിയുന്നുണ്ടോ അവരെ വളർത്തുന്നത് അല്ലാന്നല്ലേ കോഴികളുടെ വിചാരം അല്ലേ? മനുഷ്യൻ വളർത്തുകയല്ലേ? അതുപോലെ ഇന്ന് ഈ കാണുന്ന നമ്മളെ മുഴുവൻ എല്ലാ മനുഷ്യരാശിയും മുഴുവൻ വളർത്തുന്നത് അല്ലാന്ന് എങ്ങനെ അറിയാം? നമ്മളിപ്പോൾ വിമാനത്തിൽ പോകണമെന്നൊരു പ്രശ്നമില്ല. ഒരു കടുകുമണിൻ്റെ ഉള്ളിൽ നിന്ന് അതിൻ്റെ അങ്ങേ അറ്റത്തേക്ക് പോകാൻ കടുകിനകത്തെ സൂക്ഷ്മ ജീവികൾ വിമാനം ഉണ്ടാക്കിയിട്ട് പുറത്തുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ സ്പേസിനെ പറ്റിയുള്ള സങ്കല്പമൊക്കെ മാറുകയല്ലേ. വിമാനത്തിൽ കയറുമ്പോഴൊക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ചോദിക്കും, ഇതെന്താ ഇളകാത്തത്? എനിക്ക് വിഡ്ഢിയായ ഞാൻ ഒരിളക്കും അനുഭവപ്പെടുന്നില്ല. അപ്പോൾ വിജിയോട് ചോദിക്കുമ്പോൾ വിജി പറയും ഇളകുന്നുണ്ട്, നമ്മൾ അറിയാനായിട്ടാണ്. ഇത് എത്ര തവണ പറയണം? എനിക്ക് അറിഞ്ഞാൽ പിന്നെയും സംശയം. അപ്പോൾ പുഷ്പക വിമാനത്തിൽ ശ്രീരാമനും സീതയും കൂടി പോകുമ്പോൾ സീത പറഞ്ഞു, ഇതെന്താ ഇളകാത്തി രാമേട്ടാന്ന്. അപ്പോൾ പറഞ്ഞ് ഇളകുന്നുണ്ട്, ഇങ്ങോട്ട് മാറാൻ സ്പേസ് സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്, വൃക്ഷങ്ങളൊന്നും ഇല്ലല്ലോ. നമ്മൾ വിന്ധ്യൻ പർവ്വതത്തിൽ അവിടെ എത്തുമ്പോൾ ഇളക്കം ഫീൽ ചെയ്യുന്നു പറഞ്ഞു. ഈ ചിന്തകളിൽ നിന്ന് മാറ്റിയിട്ട് ശംഭാലയിലേക്ക് പോകുന്നവരുണ്ടെന്നും വളർത്തുന്ന ജീവികളാണെന്നും ഇതിൽ ഏറ്റവും പെർഫെക്റ്റായവരെ ശംഭാലയിലേക്ക് ചെല്ലുമ്പോൾ കാവക്കാരൻ തടയില്ല എന്നുള്ളത് വെച്ച് കഥയിലെ നായകൻ ശംഭാലയിലേക്ക് പോകാൻ ഒരുങ്ങനായ അയാൾ വൃക്ഷങ്ങളോട് വർത്താനം പറയും. തൻ്റെ നിയോഗം അതാണ് എന്ന് അയാൾക്ക് അറിയുകയാണ്.
അങ്ങനെ ഹിമാലയത്തിൽ പോവുകയും ശംബാലയിലേക്ക് പോകാനായിട്ട് ശ്രമം നടത്തുമ്പോൾ പല മാർഗങ്ങളുണ്ട്. അതിലൊരു മാർഗമാണ് ബ്ലാക്ക് മാജിക്, മന്ത്രവാദം. ബ്ലാക്ക് മാജിക് പഠിക്കാൻ വേണ്ടി ഞാൻ വളരെ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരാൾ അതിനെപ്പറ്റി വേറെ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതല്ല സിസ്റ്റം ബ്ലാക്ക് മാജിക് എന്ന്. അതിലൂടെ പല കാര്യം സാധിക്കാം. ചില ദേവതയെ പ്ലീസ് ചെയ്യിക്കാൻ വേണ്ടി വേറെ ജീവികളെ കൊല്ലേണ്ടി വരും. അപ്പോൾ അവിടുത്തെ ഒരു ദുർമന്ത്രവാദിനി ശംബാലയിലേക്ക് പോകാൻ വേണ്ടി ആയിരക്കണക്കിന് ആടുകളെ കുരുതി കൊടുത്ത് ശ്രമം നടത്തി പരാജയപ്പെടുമ്പോൾ തികച്ചും സാത്വികമായിട്ട് ഒരു ജീവിയും ദ്രോഹിക്കാത്ത കഥാനായകൻ ശംബാലയിൽ എത്തുന്നതാണ് അതിൻ്റെ പ്രമേയം. അവിശ്വസനീയമായി തോന്നാമെങ്കിലും മലയാളത്തിൽ ആ പശ്ചാത്തലം ആദ്യമായിരുന്നു. ഹിമാലയത്തിൽ പോകുമ്പോൾ ഈ കഥകൾ കേൾക്കാനേ നിവർത്തിയുള്ളൂ. ശംബാല ഫേമസാണ്. ഷാങ്ക്രില എന്ന് പറഞ്ഞാൽ വൈമാനികർ പറയണു അവിടേക്ക് ആരും അവിടേക്ക് പോവാത്തത് എന്താ വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ നേപ്പാൾ, ഡൽഹി എന്ന് പറയുന്ന സ്ഥലം മാതിരി അല്ലല്ലോ. ഇവിടെ തന്നെ ആയിരിക്കുമല്ലോ ചിലപ്പോൾ ശംബാല. ഇവിടെ തന്നെ വേറൊരു റേഞ്ചാണുള്ളത് കാര്യം. അതൊരു രസകരമായ വിഷയമാണെന്ന് ചിന്തിക്കുന്നു. Moksha, Journey to the Self.